നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU നടത്തിയ പ്രതിഷേധത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് ICUയിൽ കഴിയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ MRI സ്കാനിംഗിൽ ഗുരുതരമായിട്ടുള്ള യാതൊരു പ്രശ്നവുമില്ല എന്ന് ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ. ഇതോടെ മന്ത്രി വീണ ജോർജ് നല്ലൊരു ആരോഗ്യമന്ത്രി അല്ലെങ്കിലും നല്ലൊരു അഭിനേത്രിയാണെന്ന് തെളിയിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ MP. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് മന്ത്രിയെ MRI പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയാണ് മന്ത്രിയെ പരിശോധിച്ചത്. അതേസമയം മന്ത്രി ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ തുടരുകയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കഴുത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ കടുത്ത വേദനയാണെന്നും മുഖ്യമന്ത്രി എത്തിയിട്ട് പോലും തല ഉയർത്തി നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മന്ത്രിയെന്നും ഇരു സൈഡിലേക്ക് കഴുത്ത് ചലിപ്പിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്നും ഒക്കെയായിരുന്നു DYFI സംസ്ഥാന സെക്രട്ടറി വെച്ച് കാച്ചിയത്. ഒടുവിൽ MRI സ്കാനിംഗ് റിപ്പോർട്ട് വന്നപ്പോഴോ കഴുത്തിന് നേരിയ ക്ഷതം മാത്രമാണ്. ഇതോടെയാണ് മന്ത്രിയുടെ അഭിനയം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇതിന് പിന്നാലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മോണാക്ടിൽ സമ്മാനം നേടിയ ആളാണ് മന്ത്രി എന്നുമൊക്കെ കമന്റുകൾ വരികയാണ്. അതേസമയം മന്ത്രിയുടെ അഭിനയത്തെക്കുറിച്ച് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ MP പറയുന്നത് ഇങ്ങനെയാണ്. കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചു എന്ന തരത്തിൽ CPM പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതവും CPMന്റെ രാഷ്ട്രീയ നാടകവുമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നെല്ലാം ആക്രമണവും പരിക്കേറ്റുവെന്ന അവകാശവാദങ്ങളും യഥാർത്ഥ സംഭവ വികാസങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാവുകയാണെന്നും സുധാകരൻ പറയുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന KSU കുട്ടികൾ ജനാധിപത്യമായ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. കുട്ടികൾ മന്ത്രിയെ ആക്രമിച്ചിട്ടില്ലെന്നും അവരിൽ നിന്നൊരു അക്രമ പ്രവൃത്തി ഉണ്ടായിട്ടില്ല എന്നും ദൃക്സാക്ഷി മൊഴികളും ലഭ്യമായ വിവരങ്ങളും വ്യക്തമായി സൂചിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കേരളത്തിലെ മൊത്തം ദൃശ്യമാധ്യമങ്ങൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ KSU കുട്ടികൾ മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുകയാണ്. CPMന്റെ കൈരളി ചാനൽ അടക്കമുള്ള ചാനലുകൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. ഈ ചാനലുകളിൽ ഒന്നിലും തന്നെ KSU വിദ്യാർത്ഥികൾ മന്ത്രിയെ ആക്രമിക്കുന്ന ഒരു ദൃശ്യവും വന്നിട്ടില്ല. അതിനു പകരം പ്രതിഷേധക്കാരോട് അങ്ങോട്ട് ആക്രോശിക്കുന്ന മന്ത്രിയുടെ ദൃശ്യമാണുള്ളതെന്നും K സുധാകരൻ MP ചൂണ്ടിക്കാട്ടുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന പരാതിയിൽ അറസ്റ്റ് ചെയ്ത 5 KSU പ്രവർത്തകർ റിമാൻഡിലാണ്. വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ ആക്രമിച്ചു എന്നാണ് FIRൽ ചൂണ്ടിക്കാട്ടുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യനിലയിൽ മാറ്റം ഇല്ല എന്നും കഴുത്തിൽ ശക്തമായ വേദന ഉണ്ടെന്നുമാണ് മെഡിക്കൽ ബോർഡ് വിശദീകരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി മന്ത്രിയെ MRI പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. വീണ ജോർജിന്റെ ആരോഗ്യസ്ഥിതി ആശുപത്രി അധികൃതർ തന്നെ വിലയിരുത്തുകയായിരുന്നു. അതേസമയം വീണ ജോർജിന്റെ പരിക്ക് നാടകമാണെന്ന വാദം ആവർത്തിക്കുകയാണ് കോൺഗ്രസും യുവജന സംഘടനകളും. മന്ത്രിക്കെതിരായ ആക്രമണം ആസൂത്രിതമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമാക്കുകയാണ് CPMും DYFIയും. കണ്ണൂരിൽ ഇന്നും ഇരു വിഭാഗങ്ങളും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നാണ് വിവരങ്ങൾ. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പോലീസ് ജാഗ്രത തുടരുകയാണ്. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതിനെതിരെ കണ്ണൂർ കോടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിനടക്കം തീവച്ച വിവരങ്ങളും പുറത്തുവരികയാണ്. പാറാൽ മണ്ഡലം കോൺഗ്രസ് ഓഫീസാണ് അഗ്നിക്കിരയായത്. CPM ആണ് ഓഫീസിന് തീയിട്ടതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കണ്ണൂർ മാലൂരിലും കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചു. കണ്ണൂർ പാട്ടേരിയിലെ രാജീവ് ഭവന്റെ ജനൽ ചില്ലുകളടക്കം അടിച്ചു തകർത്തു. ചുവരിൽ ചെളിവെള്ളമടക്കം ഒഴിക്കുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ CPM എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതേസമയം ആസൂത്രിതമായ വധശ്രമമാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടായതെന്നാണ് CPM നേതാവ് MP ജയരാജൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം വീണ ജോർജിന്റെ വീട്ടിൽ റീത്ത് വെച്ചത് മരിച്ചെന്ന പ്രതീതി ഉണ്ടാക്കാനാണെന്നും MP ജയരാജൻ ആരോപിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്ക് നേരെയുള്ള കയ്യേറ്റം അംഗീകരിക്കാനാകില്ല എന്ന് സ്പീക്കർ AN ഷംസീറും പ്രതികരിച്ചിരിക്കുന്നു. വനിതാ മന്ത്രിക്കെതിരെ ആക്രമണം KPCC നൽകിയ കരാർ പണിയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ട്രൂ TV.